ഹായ് ഹലോ, എല്ലാവർക്കും സുഖല്ലേ? വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഡേ മൈ ലൈഫ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. മോർണിംഗ് റൊട്ടീൻസ് ആണ് ഹയോസിൻ്റെ. ഹയോസ് സ്കൂളിൽ പോകുന്നത് വരെയുള്ള ഒരു മോർണിംഗ് റൊട്ടീൻസ് ആണ് കേട്ടോ. അപ്പം നമുക്ക് കണ്ടാലോ. അങ്ങനെ ഹൈമോള് രാവിലെ എണീച്ച് എൻ്റെ അടുത്ത് ഡെയിലി അടുത്ത് കിച്ചണിൽ വന്ന് ഗുഡ് മോർണിംഗ് പറയും കേട്ടോ. പിന്നെ ഞാൻ കിച്ചണിൽ നിൽക്കുമ്പോൾ നമ്മുടെ മിലോ ഉണ്ടാവുമല്ലോ കൂടെ, അവന് അവിടെ ഉണ്ടാവും കറക്റ്റായിട്ട്. അവിടെ താഴെ എനിക്ക് കാവലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചെയറിൽ കയറി കിടക്കണുണ്ടാവും. പിന്നെ തേങ്ങ ചെരുവിൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പിന്നെ പിന്നെ മിനിറ്റ് അവിടെ നിൽക്കില്ല, കാരണം തേങ്ങ മിലോക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഗുഡ് മോർണിംഗ് പറഞ്ഞ് കുറച്ച് നേരം പിന്നെ അവൾ എൻ്റെ മടിയിൽ ഇതുപോലെ ഒന്ന് ഇരിക്കും കേട്ടോ. കുറച്ച് നേരം കൊഞ്ചിയിട്ടിരിക്കും. ഇങ്ങനെ അതായിട്ടും സ്കൂളിൽ അതായിരിക്കോ ഇതായിരിക്കോ ഒരുപാട് സംശയങ്ങൾ കുന്നോളം കൂടുന്ന സമയമാണ് രാവിലെ. ചോദിച്ചാലും തീരില്ല. നൈറ്റ് കിടക്കണ വരെ അവൾക്ക് യാതൊരു കുഴപ്പമുണ്ടാവില്ല. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഒരുപാട് സംശയങ്ങളാണ്. ഇന്ന സബ്ജക്റ്റ് ഉണ്ടാവുമോ, ഇത് പഠിപ്പിക്കുമോ, അത് പഠിപ്പിക്കുമോ, ഇത് പഠിപ്പിക്കുമോ എന്നൊക്കെ ഒരേ ചോദ്യങ്ങളായിരിക്കും കേട്ടോ. പിന്നെ അതൊക്കെ രാവിലെ ഇരുന്ന് അവൾക്ക് സംശയങ്ങളൊക്കെ ഡൗട്ട് തീർത്ത് കൊടുക്കും കേട്ടോ. പിന്നെ ഇപ്പോൾ നല്ല മഴയല്ലേ, ഇപ്പോൾ രാവിലെ തല നനയ്ക്കണമെന്നില്ല. റെയറായിട്ടാണ് ഞാൻ രാവിലെ അവൾക്ക് തല നനച്ച് കൊടുക്കാറുള്ളൂ. കാരണം ജലദോഷം വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടാവുമല്ലോ പറഞ്ഞിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ മുടി കെട്ടി. അത് ശരിയാണ്, എല്ലാ കുട്ടികൾക്കും അങ്ങനെ ആയിരിക്കും അല്ലേ. രാവിലെ ഈ മുടി കെട്ടിക്കൊടുക്കണം ഭയങ്കര ഇഷ്ടക്കേടായിരിക്കും. രാവിലെ എന്ന് ഇഷ്ടമല്ല, അവർക്ക് തലയിൽ തൊടുമ്പോൾ വേറെ അവരുടെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ അതൊന്നും വേറെ തന്നെയാണ്. അത് എല്ലാ പേരൻസിനും അറിയുന്ന കാര്യമാണല്ലോ അല്ലേ. അങ്ങനെ ഇതാ ഹയമോളുടെ മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടിക്കൊടുത്ത് ഞാൻ ബ്രഷ് ചെയ്യാൻ പോയി കേട്ടോ. ബ്രഷ് ഒന്ന് പുറത്ത് വാഷ് ബേസ് ഒന്ന് ചെയ്ത് കൊടുക്കാൻ വിചാരിച്ചു, കാരണം ടോയ്ലറ്റിൽ മോനാണ്. അപ്പോൾ എന്തായാലും ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മേലൊക്കെ കഴുകാൻ വിചാരിച്ചു. അതിനൊന്ന് അവൾ ഫസ്റ്റ് ബ്രഷ് ഒന്ന് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ നന്നായിട്ടൊന്ന് ഒരതി കൊടുക്കും കേട്ടോ, പല്ലൊക്കെ ഒന്ന്. അതിന് ശേഷം ഇപ്പോൾ ഫ്രണ്ടിലത്തെ 2 പല്ല് പരപ്പിച്ചതിന് ശേഷം ആ ഉള്ളിൽ വന്ന പല്ല് ഇത്തിരി തള്ളി നിൽക്കുന്നുണ്ട്. അപ്പോൾ ശരി, അതൊന്ന് സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പൽപ്പൊടി വെച്ചിട്ട് പല്ല് തേച്ച് കൊടുത്ത് അത് കൈ വെച്ച് ഇങ്ങനെ തള്ളി കൊടുക്കുമ്പോഴേ അതൊന്ന് സെറ്റായി വരുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് മുതൽ പൽപ്പൊടി സ്റ്റാർട്ട് ചെയ്തു അവൾക്ക് അതിട്ട് കൊടുക്കുക വിചാരിച്ചു. പക്ഷേ വായിലിട്ട് കൊടുത്തവൻ പറയണ്ടേ, ഇമ്മ ഇത് വേറെ എന്തോ ഒരു ടേസ്റ്റ്, എന്താ ഇത് ഈ ഒരു ടേസ്റ്റ് എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. എനിക്ക് അങ്ങനെ തോന്നണേ കുരു പോലെ ഉണ്ടായിരുന്നോ, അതാ ഒരു തരിപ്പുണ്ടായിരുന്നോ? അപ്പോൾ ഫസ്റ്റ് ടൈം അല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ അവൾക്ക് അത് വെച്ച് ഞാൻ പല്ലൊക്കെ തേച്ച് കൊടുത്തു. നന്നായി വായി കോപ്പിളിക്കുക എന്നൊക്കെ പറഞ്ഞ് വായി കോപ്പിളിച്ചൊക്കെ കൊടുത്തു കേട്ടോ. അങ്ങനെ പല്ല് തേപ്പ് കഴിഞ്ഞു. പല്ല് തേച്ച് മുഖമൊക്കെ ഒന്ന് കഴുകി കൊടുത്തു. അതിന് ശേഷം പിന്നെ മനു ടോയ്ലറ്റിൽ നിന്ന് വന്നതിന് ശേഷമാണ് ഞാൻ അവൾക്ക് മേലൊക്കെ ഒന്ന് കഴുകി കൊടുത്തു കേട്ടോ. വേല് കഴുകിക്കൊടുത്ത് തല നനക്കുന്നില്ല, കാരണം തിക്കുള്ള മുടിയായതുകൊണ്ട് ഉണങ്ങിയില്ല. പിന്നെ 2 ഭാഗം കെട്ടണം. ഞാൻ ഹെയർ ഇങ്ങനെ കെട്ടിക്കൊടുക്കേണ്ട വിചാരിച്ചിട്ടുണ്ട് ഹെയർ കട്ട് ചെയ്തത്. പക്ഷേ അപ്പത്തിന് വീണ്ടും അത് ലെങ്ത്തായി. അപ്പം പിന്നെ ഹെയർ കെട്ടിക്കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ചെയറൊക്കെ അതായത് സ്ഥാനത്തൊക്കെ എല്ലാം എടുത്ത് വെച്ച് എത്ര ഒതുക്കി വെച്ചാലും ഒതുങ്ങില്ല. രാവിലെ ഞാൻ ഡെയിലി റൊട്ടീൻസ് ചെയ്താലും രാവിലെ ആകുമ്പോൾ ഒക്കെ തല കീഴെ നിൽക്കണ പോലെ തോന്നും എനിക്ക്. എല്ലാം അവിടെ കടന്ന് ഇവിടെ കടന്ന് ആകെ മൊത്തം ഇവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഒരേ പാടായിരിക്കും. അതിന് ഹയമോള് മേലൊക്കെ കഴുകി കഴിഞ്ഞ് ട്രൗസറും ഷർട്ടൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ ക്രീം തേച്ച് കൊടുക്കുകയാണ്. കാരണം ആൾക്ക് ഭയങ്കര അലർജിയുടെ പ്രോബ്ലം ഉണ്ട്. ഇങ്ങനെ എത്ര തേച്ച് കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല. ആ അലർജി പൂർണ്ണമായും ദേഹത്തു നിന്ന് പോയാലേ അതൊന്നും ശരിയാവുള്ളൂ. അപ്പോൾ ക്രീമൊക്കെ എല്ലാ ഭാഗത്തും നന്നായി തേച്ച് കൊടുത്തു. ഹൈമോൾക്ക് യൂസ് ആക്കുന്ന ക്രീം സെറ്റാഫിലിൻ്റെ ക്രീമാണ് കേട്ടോ. സെറ്റാഫിൽ അടിപൊളി ക്രീമാണ്. ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും അത് യൂസ് ചെയ്യാൻ അടിപൊളിയാണ്. ഞാനും അതാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഹൈമോൾക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് അതിന് ശേഷം ബെൽറ്റ് ഇട്ട് കൊടുത്ത് അതിൽ അവൾ എന്തൊക്കെ കോപ്രായം കാണിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ക്യൂട്ട്നെസ് വാരി വിതറിയും കൊണ്ടിരിക്കുന്നുണ്ട്. ക്യൂട്ട്നെസ് വാരി കോരി എറിയായിരുന്നു അത്ര അവള്. അങ്ങനെ അവൾ ഓരോന്ന് പറഞ്ഞിട്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ കാതിൽ കമ്മലിടാൻ അവൾക്ക് തീരെ ഇഷ്ടമല്ല. അപ്പം ഞാൻ ഇന്ന് നിർബന്ധിച്ച് കാതിൽ കമ്മലിട്ട് കൊടുത്തു. നമുക്ക് ഇടണം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ആൾ ഗ്ലാമറൊക്കെ നോക്കുകയാണ്, ഭംഗിയുണ്ടോ എന്നൊക്കെ ചോദിച്ച് നോക്കുകയാണ്. പിന്നെയാണ് നമുക്ക് ഏറ്റവും റിസ്ക് കൂടിച്ച പണിയിലോട്ട് കിടക്കുന്നത്. അങ്ങനെ അവൾ പറയുന്നത്, ഉമ്മ ഈ ചീർപ്പ് ഉപയോഗിക്കേണ്ടമ്മ, എനിക്ക് റൗണ്ട് ചീർപ്പ് മതി പറഞ്ഞ് ഇരിക്കുകയാണ് കേട്ടോ. പക്ഷെ നമുക്ക് ഈ നടുവാഴ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അങ്ങനെ ചീർപ്പ് തന്നെ ഉപയോഗിക്കണം, എന്നാലല്ലേ ആ വര ശരിക്കും കിട്ടുള്ളൂ.
അപ്പോൾ ഞാനിപ്പോൾ ഇതാക്കാന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആൾ കരയണ്ട പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും ചിരിച്ച മുഖത്തോടെ ഇരിക്കണം പറഞ്ഞിട്ട് ചുണ്ടിലിങ്ങനെ വിടർത്തി കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് കരയാതെ ആൾ പിടിച്ച് നിൽക്കണം. പിന്നെ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ, ഒരു 30 days വീഡിയോ ചലഞ്ചും കൂടെ ഉണ്ട്. ഹൈയുടെ മോർണിംഗ്സ് റൊട്ടീൻസ് കാണിക്കുക പറഞ്ഞിട്ട് ഓരോരോ ഡേയും എങ്ങനെ പോവാന്നറിയാലോ. മോർണിംഗ്സ് തന്നെ ആവണമെന്നില്ല, ഈവനിങ് റൊട്ടീൻസും കാണിക്കും. രണ്ടും രാവിലെ തന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് ബോറടിക്കണ്ട. അപ്പോൾ രണ്ടും കൂടെ കാണിക്കുക വിചാരിച്ചിട്ട് ഒരു ദിവസം മോർണിംഗ്സ് ആണെങ്കിൽ പിറ്റേ ദിവസം ഈവനിങ് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാനും ഇങ്ങനെ എന്താണ് ഞാനിങ്ങനെ എൻ്റെ ഉമ്മാൻ്റെ കുറച്ചൊക്കെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുമ്പോൾ വേഗം കഴിയുക കാര്യങ്ങൾ. അപ്പോൾ മുടി ഒരു ഭാഗമൊക്കെ കെട്ടിക്കഴിഞ്ഞു. പിന്നെ എപ്പോഴും ഈ ചിക്ക എടുത്ത് വെക്കുന്നതുകൊണ്ട് മുടിയിൽ ചിക്കയില്ല, അല്ലെങ്കിൽ താഴെ ഭയങ്കര ചിക്കായിരിക്കും കേട്ടോ. അതിൻ്റെ ഇടയിൽ ഫുഡ് അവൾ ഉരുളക്കിഴങ്ങ് ടേസ്റ്റ് നോക്കുന്നുണ്ട് ഇടയിൽ. അങ്ങനെ രാവിലെ ഇന്ന് ഉണ്ടാക്കിയത് ഇഡലി ആയിരുന്നു കഴിക്കാൻ. ഇഡലി കഴിക്കാനുണ്ടാക്കി ചട്നി, ചമ്മന്തി, ഇഡ്ലിപ്പൊടി അങ്ങനെയൊക്കെ ആയിരുന്നു. സാമ്പാർ വെച്ചില്ല കേട്ടോ. പിന്നെ ചോറിലേക്ക് ഉരുളക്കിഴങ്ങ് പൊരിച്ചതും ഫ്ലവറും ഉരുളക്കിഴങ്ങ് ഫ്രൈയും ക്യാബേജ് ഉപ്പേരിയും മോരിക്കറിയാണ് വെച്ചത്. അപ്പോൾ ഹയയുടെ മുടിയൊക്കെ കെട്ടിക്കഴിഞ്ഞു. ഹയക്ക് പുരിക പേട് അവൾക്ക് പുരിക എഴുതണ ഇഷ്ടമല്ല. ഞാൻ പറയും കുഞ്ഞു കുട്ടിയാണെന്ന് തോന്നാനാണ് ഹയ പുരിക എഴുതണത്. അപ്പോൾ കാണിച്ചു തരും, കാരണം എനിക്ക് വിഷമം ഉണ്ടല്ലോ പറഞ്ഞിട്ട് അവൾ കാണിച്ചു തരും കേട്ടോ. ഞാൻ ആക്ഷൻ ഇടണേ, എങ്ങനെ ഭംഗിയുണ്ടോ ഇമ്മത്ത് പറയുന്നത് എനിക്ക് പുരിക എഴുതുന്ന ഇഷ്ടമല്ലാകുന്നു. പക്ഷെ ഉമ്മ പറഞ്ഞോണ്ട് ഉമ്മ പറഞ്ഞിട്ട് അങ്ങനെ ഇഷ്ടമാണ് പറഞ്ഞപ്പോൾ അങ്ങനെ ഹൈക്കുട്ടിയുടെ കണ്ണ് മേലെ എഴുതി കൊടുത്തു, പുരിക എഴുതി കൊടുത്തു. അങ്ങനെയൊക്കെ സെറ്റായിട്ടോ അവൾ. പിന്നെ ഇനി ബാക്കി നമ്മൾ ഷോക്സ് ഇടാനും ബാക്കിയുണ്ട്. അങ്ങനെ ഷോക്സ് ഇട്ട് കൊടുത്തു. ഷോക്സ് ഒക്കെ ഇട്ട് കൊടുത്തു. അതിനെക്കാണ് സുന്ദരിയായിട്ടുണ്ടോ ഗൈസ്? സുന്ദരിയായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. എങ്ങനെയാവേ എല്ലാം ചെയ്തു. അപ്പോൾ ഇതെല്ലാം ചെയ്തു കൊടുക്കണതിൻ്റെ ഇടയിൽ മിലോയും ഉണ്ട് കേട്ടോ അവിടെ താഴെ. മാന്തിയിട്ടും ചവിട്ടിയിട്ടും എല്ലാം നിൽക്കുന്നുണ്ട്. ആൾക്ക് ഭയങ്കര എരിപ്പൊരി കൊണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഇങ്ങനെയാണ് കുട്ടികൾക്ക് ഓരോന്ന് ചെയ്തു കൊടുക്കുമ്പോൾ കൂടെ അവനും ഉണ്ടാവും. എന്നിട്ട് ഇവരൊക്കെ പോയതിന് ശേഷം ഇവന് ഏകദേശം 3-4 മണിക്കൂർ കണ്ടിന്യൂ ആയിട്ട് ഉറങ്ങും. കാരണം പിന്നീട് ശല്യം ചെയ്യാൻ ആരും ഇല്ലല്ലോ. അവനൊരു ഭാഗത്ത് ഞാനൊരു ഭാഗത്ത്. ഞാനൊന്നുമില്ലെങ്കിൽ പണി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വന്ന് കിടക്കും. അല്ലെങ്കിൽ ഞാൻ കിടക്കുകയാണെങ്കിൽ അവന് ഇപ്പുറത്തെ ഭാഗത്ത് വന്ന് കിടക്കും. അങ്ങനെ ആൾ പിന്നെ ഫുൾ റെസ്റ്റിലായിരിക്കും. പിന്നെ അവന് ചില്ലാവുക കുട്ടികൾ വന്നതിന് ശേഷമാണ് കേട്ടോ. അങ്ങനെ ഹൈക്കുട്ടി ഒരുങ്ങിയും കഴിഞ്ഞിന് മറിയത്തിൻ്റെ ഒരു ബോഡി ലോഷൻ ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് കഴുത്തിലിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തു മണം വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾ പറയുന്നമ്മ നീറും പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ഹൈമോളെ നീറില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാ ഭാഗത്തൊക്കെ തേച്ച് കൊടുത്തു. അങ്ങനെ ഇതാ ഹൈക്കുട്ടി നന്നായിട്ടുണ്ടോ എന്ന് നിങ്ങളുടെ ഇത് ചോദിക്കുകയാണ്. അതാണ് ഇങ്ങനെ ലുക്ക് ഇട്ട് നോക്കുന്നത്. പിന്നെ അടുത്തത് ആളിൻ്റെ കൈകാര്യമായി എക്സ്പ്രഷനൊക്കെ കാണിച്ച് പല്ല് പറഞ്ഞിട്ടും ബോറായിട്ടില്ല അല്ലേ? കാരണം ഓൾറെഡി 2 വലിയ പല്ലുള്ളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് നമുക്ക് എടുത്ത് കാണിക്കാത്തത്. എന്നിട്ട് ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ഹൈവിന് ഫുഡ് എടുക്കാൻ പോയപ്പോൾ അവളെ എടുത്ത വീഡിയോ ആണ്. അതാണ് ഇങ്ങനെ തല ഉത്തനൊക്കെ വന്നത്. ഞാൻ ജസ്റ്റ് അതൊന്നും കട്ട് ചെയ്തില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഇഡലി എടുത്തു, ചട്നി എടുത്തു, ചമ്മന്തി എടുത്തു, ഇഡ്ലിപ്പൊടി എടുത്തു. പിന്നെ എനിക്ക് ടൈമില്ല, ടിഫിൻ ബോക്സിൽ ടിഫിൻ ആക്കണം എല്ലാവർക്കും. അപ്പോൾ മനുക്കുട്ടനാണ് അവൾക്ക് വാരി കൊടുത്തത്. അപ്പോൾ പറയുന്ന മനുക്ക ഇഡ്ലിപ്പൊടി വേണ്ട, എരിയുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചമ്മന്തി ഇഷ്ടമാണ്, ഉള്ളി ചമ്മന്തി വഴറ്റാതെ ചമ്മന്തി അരച്ചു കൊടുക്കുക, അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇന്ന് കാര്യമായിട്ട് വെക്കാൻ സ്നാക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മിൽക്ക് ബിക്കീസിൻ്റെ ബിസ്ക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ചൂട് തിളച്ച വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നല്ല മഴയാണ്. അപ്പോൾ ഇത് ഏകദേശം കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലാസ്സിലെത്തുമ്പോഴത്തേന് പാകത്ത് ചൂടാവും, കുടിക്കാൻ സുഖമാകും. അങ്ങനെ കുറച്ച് ചോറേ ഹയൊക്കെ ആക്കുള്ളൂ. കുറച്ച് ചോറാക്കിയിട്ടുണ്ട്. പിന്നെ അവൾക്ക് ഉരുളക്കിഴങ്ങ് പൊരിച്ചതാണ് ആക്കി കൊടുക്കുന്നത്. അതും ആക്കി കൊടുത്തു. അതിന് ശേഷം എല്ലാം ഇതാ ടവലിൽ കെട്ടി വെച്ചു, കിറ്റിൽ വെച്ചു. പിന്നെ വെള്ളം വെച്ചു, സ്നാക്സ് മോള് ബാഗിൽ വെച്ചു. അങ്ങനെ ഓട്ടോ വരാൻ ഏകദേശം ടൈമായി തുടങ്ങി. പിന്നെ എനിക്ക് ഇക്കാക്ക് ഫുഡാക്കേണ്ടിയിരുന്നു. ഉമ്മന് പോകുമ്പോഴാണ് കൊണ്ടുപോവുക. അപ്പോൾ കൂടെ കൊടുത്തു വിടണം. അപ്പോൾ ഞാൻ ആ ഫുഡാക്കണം. ആ ഒരു ടൈമിൽ ഞാൻ മനുവിൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഓട്ടോയിൽ
കൊണ്ടുപോയി ആക്കി കൊടുക്കുക താഴേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു കാര്യം മറന്നു, മരുന്ന് കൊടുക്കാൻ മറന്നു. അപ്പോൾ ഓർമ്മ വന്നപ്പോൾ എളുപ്പം മരുന്ന് കൊടുക്കണം കേട്ടോ. ചുമക്ക് മരുന്ന്, ആൾക്ക് നല്ല ചുമയും ജലദോഷമുണ്ട്. അപ്പോൾ കൂടെ ഉണ്ടാവാറുണ്ട് മരുന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ അവൾക്കിത് നിർബന്ധമാണ്, പോകുമ്പോൾ എല്ലാവരും മുത്തവും ടാറ്റ കാണിക്കലും. അപ്പൊ ഗൈസ് ഞാൻ പോകുകയാണ്. ഇനി വന്നിട്ടുള്ള വീഡിയോസ് ഇതിൽ അപ്ലൈ ചെയ്യുന്നില്ല സ്വത്തു. അങ്ങനെ ഹയമോളിലെ ഓട്ടോ കയറ്റാൻ മനു പോയപ്പോൾ മിലോയും കൂടെ പോകുന്നുണ്ട്. ഹയമോളുടെ ഓട്ടോയിൽ കുട്ടികൾക്ക് മിലോനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഓട്ടോ മാമാക്കും കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ ഇവിടെ മേലെ ബാൽക്കണിയിൽ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ഹയമോൾ ഓട്ടോയിൽ കയറി ടാറ്റയും പറഞ്ഞ് ടാറ്റ ബൈ 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 സി യു പറഞ്ഞിട്ട് പോയിട്ടോ. അതിനുശേഷം മനു മിലോനും കൊണ്ട് മുയലക്ക് വന്നപ്പോൾ മിലോൻ്റെ ഒരു എക്സ്പ്രഷൻ, ഹയമോൾ പോയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ എക്സ്പ്രഷൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തോട്ടോ ഞാൻ. അതാണ് അവൻ്റെ മുഖം ഒന്ന് സൂം ചെയ്ത് കാണിച്ചത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ആൻഡ് ഷെയർ